കൈല ഒതിമിനയുടെ അടുത്ത അധ്യായത്തിലേക്ക് നാം കടക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം അറബിക് ഭാഷ കമ്പ്യൂട്ടറിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ച് അതിൻ്റെ പ്രാഥമികമായ പാഠം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കേണ്ടായി. കമ്പ്യൂട്ടറിൽ എങ്ങനെ അറബിക്ക് എനാബിൾ ചെയ്യാം, അറബി അക്ഷരങ്ങൾക്ക് ഹർക്കത്തുകൾ കൊടുക്കാം എന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പ്രതിപാദിച്ചത്. ഇനി പ്രതിപാദിക്കാൻ പോകുന്നത് ടൈപ്പിംഗ് എങ്ങനെ അതിവേഗതയിൽ നിർവഹിക്കാം എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ അധ്യായവും കഴിഞ്ഞിട്ട് ഇപ്പോൾ ദിവസങ്ങൾ കുറേയായി. 29 ജൂണിനാണ് ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ടത്. അതിനുശേഷം അതിൻ്റെ 15 ദിവസങ്ങളോളം കഴിഞ്ഞു. ചില പശ്ചാത്തല സൗകര്യങ്ങളുടെ കുറവുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ടിലെ കുറച്ച് ന്യൂനതകൾ പല പ്രേക്ഷകരും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടിട്ടാണ് ഇത്തവണത്തെ വീഡിയോ പിടിച്ചിരിക്കുന്നത്. കൂടാതെ എൻ്റെ മകളുടെ കുട്ടിയാണ് ഇന്ന് വീഡിയോ പിടിച്ചത്. അങ്ങനെയും ചില തകരാറുകൾ സംഭവിച്ചു. ഇപ്പോൾ ക്യാമറാമാനായി വന്നിരിക്കുന്നത്, ക്യാമറ എന്ന് പറഞ്ഞാൽ എൻ്റെ മൊബൈൽ ക്യാമറ തന്നെയാണ്. ഷവോമി നോട്ട് 6 Pro എന്ന മൊബൈലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്യാമറാമാനായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ മൂസ സാഹിബാണ്. അദ്ദേഹം വളരെ തിരക്കുള്ള മനുഷ്യനാണ്. കൊച്ചി പള്ളുരുത്തിയിൽ ചെപ്പൂസ് ഫുട്വിയർ എന്ന സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നല്ല തിരക്കുള്ള കടയാണ്. കാരണം നല്ല ക്വാളിറ്റി സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നത് കൊണ്ട് ഇപ്പോഴും തിരക്കായിരിക്കും. ആ തിരക്കുകൾക്കിടയിലും അദ്ദേഹം എനിക്ക് വേണ്ടി കുറച്ച് സമയം നീക്കിവെച്ചതിന് അദ്ദേഹത്തോട് ഞാൻ അകൈതവമായ നന്ദി പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ടൈപ്പിംഗ് അതിവേഗതയിൽ എങ്ങനെ നിർവഹിക്കാം എന്നതിനെക്കുറിച്ചാണ് നിങ്ങളോട് ഞാൻ വിവരിക്കാൻ പോകുന്നത്. അതിവേഗതയിൽ ടൈപ്പിംഗ് ചെയ്യുക എന്നുള്ളത് വളരെ നമുക്ക് പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം എളുപ്പത്തിൽ നമ്മുടെ വർക്കുകൾ നമുക്ക് തീർക്കാൻ കഴിയും. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വർക്കുകൾ ചെയ്ത് സമയം ലാഭിക്കാൻ കഴിയും. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ എളുപ്പത്തിൽ ഓരോ ജോലികളൊക്കെ ചെയ്ത് തീർത്ത് നമ്മുടെ ഇടപാടുകാരെ തൃപ്തിപ്പെടുത്താനും ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് വളരെ അത്യാവശ്യമായിട്ട് കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായി എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത്, അഭ്യർത്ഥിക്കുവാനുള്ളത്, എല്ലാവരും ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ സങ്കല്പിക്കണമെന്നാണ്. കാരണം മിക്കവാറും നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നത് മൊബൈലിലൂടെ ആയിരിക്കും. മൊബൈലിന് കുറച്ച് പരിമിതികളുണ്ട്. ഞാൻ കാണിച്ചിരുന്ന ക്ലാസ് ചിലപ്പോൾ വ്യക്തമായിട്ട് കണ്ടുകൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ അത് പ്രയോഗിച്ചു നോക്കാൻ സാധിച്ചെന്ന് വരികയില്ല. കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് കാണുവാനും പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉടനെ തന്നെ പ്രയോഗിച്ച് നോക്കുവാനും കഴിയുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു കമ്പ്യൂട്ടർ സംഘടിപ്പിച്ചാൽ നന്നായിരിക്കും. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു ഘടകമാണ്.
കുടുംബത്തിൽ ഉള്ള മറ്റു ഉപകരണങ്ങളെക്കാൾ ഏറ്റവും അത്യാവശ്യമായ ഒരു ഉപകരണമാണ് കമ്പ്യൂട്ടർ. കാരണം വിജ്ഞാനത്തിൻ്റെ അതിവിശാലമായ അതിരുകളില്ലാത്ത ലോകത്തേക്ക് കടക്കുവാനൊരു കവാടമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. വിജ്ഞാനം സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ വികസനത്തോടൊപ്പം തന്നെ വിജ്ഞാനവും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നാണല്ലോ പ്രശസ്ത അന്തരിച്ച ശാസ്ത്രജ്ഞനായ ഹോക്കിങ് പറഞ്ഞത്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് വിശുദ്ധ ഖുർആനും പറഞ്ഞിരിക്കുന്നത്. ഇന്നാല മൂസിയും നാം പ്രപഞ്ചത്തെ ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ദൈവം ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ വികസനത്തോടൊപ്പം തന്നെ വിജ്ഞാനവും അതിവേഗം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിജ്ഞാനത്തിൻ്റെ ലോകത്തേക്ക് കടക്കണമെങ്കിൽ കമ്പ്യൂട്ടർ ആവശ്യമാണ്. പ്രത്യേകിച്ച് നമുക്കും നമ്മുടെ മക്കൾക്കും അവരിൽ ഡിഗ്രിക്കും PGക്കും റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ വളരെ അത്യാവശ്യമായിട്ടൊരു ഉപകരണമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇല്ലാത്തവർ കമ്പ്യൂട്ടർ സംഘടിപ്പിക്കുക. ലാപ്ടോപ്പ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഡെസ്ക്ടോപ്പിൻ്റെ കീബോർഡും കൂടി ഉണ്ടായിരുന്നാൽ നന്നായിരിക്കും. കാരണം നിങ്ങൾക്ക് എളുപ്പത്തിൽ ടൈപ്പ് ചെയ്യുവാനും എളുപ്പത്തിൽ നമ്മുടെ വർക്കുകൾ തീർക്കുവാനും നല്ലത് ഡെസ്ക്ടോപ്പിൻ്റെ കീബോർഡാണ്. അത് വാങ്ങിച്ച് ലാപ്ടോപ്പിലേക്ക് ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവർക്കും അഹിലം മുസൈലം വിക്കും ഫീ കനാത്തി കലീല. നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീബോർഡിൻ്റെ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. ഈ കീബോർഡിൽ 1 2 3 4 ലൈനാണുള്ളത്. 4 ലൈനുകൾ. അതിൽ 3 ലൈനുകൾ ലെറ്റേഴ്സാണ്. ഈ 3 ലൈനുകൾ. ഈ ലൈൻ അക്കങ്ങളാണ്, ന്യൂമറൽസ്. പിന്നെ മുകളിലൊരു ലൈനുണ്ട്. അത് F1 F2 F3 F4 F10 വരെ F12 വരെ ഫങ്ഷനിങ്ങാണ്. അത് നമുക്ക് ചില ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും വിൻഡോസിൻ്റെ ഏതെങ്കിലും പിന്നെ ഇൻസ്റ്റാളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു കീയാണ് ഈ F1 എന്നുള്ളത്. ഇത് എസ്ക്ക് നമ്മുടെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീയാണ് എസ്ക്ക്. അതൊന്നും എപ്പോഴും ആവശ്യം വരുന്നതല്ല. സാധാരണ നാം ഉപയോഗിക്കുന്നത് ലെറ്റേഴ്സാണ്. ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ലെറ്റേഴ്സാണ്. ഈ ലെറ്റേഴ്സിൻ്റെ 3 നിരകളാണ് കേട്ടോ. Q W E R T Y U I O P. പിന്നെ ബ്രാക്കറ്റ്, 2 തരം ബ്രാക്കറ്റുണ്ട്. അടിയിൽ തരമുണ്ട്, സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയും. പിന്നെ ഇവിടെയുണ്ടൊരു ബ്രാക്കറ്റ്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാക്കറ്റ് ഇതാണ്. ഈ 9ൻ്റെയും 0ൻ്റെയും മുകളിലുണ്ട്. പിന്നെ രണ്ടാമത്തെ നിരയിൽ A S D F G H J K L സെമിക്കോളൻ, പിന്നെ ഇവിടെ കോളൻ. ഇത് എൻ്റർ കീയാണ്. എൻ്റർ കീ ഉപയോഗിക്കുന്നത് നമ്മളൊരു ലൈൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ അവസാനിച്ച് കഴിഞ്ഞാൽ അടുത്ത ലൈനിലേക്ക് പോകുന്നേ, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാരഗ്രാഫിലേക്ക് പോകുന്നതിനാണ് എൻ്റർ കീ ഉപയോഗിക്കുന്നത്. കൂടാതെ നമ്മൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ കമാൻഡിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി ഓക്കെ അവസാനിപ്പിച്ചിരിക്കുന്നു, കമാൻഡ് അവസാനിച്ചിരിക്കുന്നു, ഉത്തരം കിട്ടണം എന്നുള്ള ആ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻ്റർ കീ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ക്യാപ്സ് ലോക്ക് ഉണ്ട്. ക്യാപ്സ് ലോക്ക് എന്ന് പറയുന്നത് ക്യാപ്സ് ലോക്ക് അമർത്തിക്കഴിഞ്ഞാൽ, ഇനാബിളാക്കി കഴിഞ്ഞാൽ നമ്മൾ അടിക്കുന്ന ലെറ്റേഴ്സൊക്കെ ക്യാപിറ്റൽ ലെറ്ററായിട്ട് വരും. ക്യാപിറ്റൽ ലെറ്റർ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ മാത്രമായി ടൈപ്പ് ചെയ്യുന്നതിനാണ് ക്യാപ്സ് ലോക്ക് അടിക്കുന്നത്.
ഇത് ടാബ് കീയാണ്. ടാബ് കീ എന്ന് പറഞ്ഞാൽ ടാബ് ഉപയോഗിക്കുന്നത്. ഒരു വാക്ക് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദൂരെ മാറിയിട്ട് ആണ് അടുത്ത വാക്ക് വേണ്ടതെങ്കിൽ അതിന് ടാബ് കീ ഉപയോഗിക്കാറ്. ടാബ് സെറ്റ് ചെയ്യണം, ഇതിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സെറ്റ് ചെയ്യാതെയും ഇൻബിൽട്ട് ആയിട്ടുള്ള ടാബ് വരും നമ്മളുടെ ഇത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് ഷിഫ്റ്റ് കീയാണ്. ക്യാപിറ്റൽ ലെറ്റർ മാത്രം ഉപയോഗിക്കുന്നില്ല, ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുന്നില്ല. അതായത് ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്മോൾ ലെറ്ററാണ് വരാറ്. ക്യാപ്സ് ലോക്ക് ഇല്ലെങ്കിൽ, ക്യാപ്സ് ലോക്ക് ഇനാബിൾ ചെയ്തില്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്മോൾ ലെറ്ററാണ് വരാറ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കേണ്ടി വരും. അതെപ്പോഴാണ്? ഒരു വാചകം തുടങ്ങുമ്പോൾ ദിസ് ഈസ് മൈ ഹൗസ് എന്ന് പറയുന്ന ആ വാചകം തുടങ്ങുമ്പോൾ ദിസ് എന്നുള്ള ടി എന്നുള്ള ആ വാക്ക് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഷിഫ്റ്റ് അമർത്തിയിട്ട് ടി അടിക്കും. അപ്പോൾ ക്യാപിറ്റലായിട്ട് വരും. അപ്പോൾ ഷിഫ്റ്റ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്മോൾ ലെറ്റർ സെറ്റ് വരും. അപ്പോൾ ഷിഫ്റ്റ് കീ ഇവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്. അത് നമുക്ക് രണ്ട് വിരലിലും ഉപയോഗിക്കേണ്ടി വരും ഷിഫ്റ്റ് കീ. അതുകൊണ്ടാണ് രണ്ട് സൈഡിലും കൊടുത്തത്. അതുപോലെ തന്നെ കൺട്രോൾ കീ ലെഫ്റ്റ് സൈഡിലുമുണ്ട് റൈറ്റ് സൈഡിലുമുണ്ട്. പിന്നെ ആൾട്ട് കീ ലെഫ്റ്റ് സൈഡിലുമുണ്ട് റൈറ്റ് സൈഡിലുമുണ്ട്. ഇതൊന്നും എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നതല്ല, ചില പ്രത്യേക ഫങ്ഷന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കീബോർഡിൻ്റെ ചിത്രം. അപ്പോൾ ഇനി നമുക്ക് ടൈപ്പിംഗ് എങ്ങനെ തുടങ്ങാം എന്ന് നോക്കാം. ടൈപ്പിങ്ങിൽ നാം ഉപയോഗിക്കുന്നത് നമ്മുടെ 10 വിരലുകളാണ്. 10 വിരലുകൾ. അതിൽ ലിറ്റിൽ ഫിംഗർ, റിംഗ് ഫിംഗർ, മിഡിൽ ഫിംഗർ, ഇൻഡെക്സ് ഫിംഗർ, തമ്പ് ഫിംഗർ. ഇത് റൈറ്റ് ഹാൻഡ്. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡിൽ അങ്ങനെ ചെറുവിരൽ, മോതിരവിരൽ, നടുവിരൽ, ചൂണ്ടുവിരൽ, തള്ളവിരൽ. ഈ 10 വിരൽ ഉപയോഗിച്ചാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വിരലുകൾ എവിടെയാണ് വെക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ 3 ലൈനാണല്ലോ പറഞ്ഞത്. ശരിക്കും എവിടെയാണ് നമ്മൾ വെക്കേണ്ടത്? ഇവിടെയാണോ, താഴത്തെ ലൈനിലാണോ, നടുവിലെ ലൈനിലാണോ, മുകളിലത്തെ ലൈനിലാണോ? നമുക്ക് ആലോചിക്കാൻ മനസ്സിലാക്കാൻ പറ്റും. നടുവിലെ ലൈനിലാണ് വെക്കേണ്ടത്. കാരണം നമ്മുടെ വിരലുകൾ താഴത്തേക്കും മുകളിലേക്കും ചലിപ്പിക്കണമെങ്കിൽ നടുവിലെ നിരയാണ് നമുക്ക് ഉപകാരപ്പെടുക. അപ്പം നടുവിലെ നിരയിലാണ് നമ്മുടെ വിരലുകൾ വെക്കേണ്ടത്. ആ വിരലുകൾ എവിടെയൊക്കെയാണ് വെക്കേണ്ടത്? കേട്ടോ, നമ്മുടെ ഇടത്ത് കയ്യിലെ ചെറുവിരൽ എയിൽ വെക്കണം. പിന്നെ മോതിരവിരൽ എസ്സിൽ വെക്കണം. തള്ളവിരൽ അതിൻ്റെ അടുത്ത കീയിൽ വെക്കണം. പിന്നെ ചൂണ്ടുവിരൽ എഫിൽ വെക്കണം. ഇതാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ചെറുവിരൽ സെമിക്കോളത്തിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് എല്ലാണ്, പിന്നെ കെ ആണ്, പിന്നെ ജെ ആണ്. ഇങ്ങനൊന്ന് ചൂണ്ടുവിരൽ ജെയിലും അവസാനിച്ചു, ഇവിടെ എഫിൽ അവസാനിച്ചു. ഇനി ഇവിടെ 2 അക്ഷരങ്ങളുണ്ട്. ഇടതുഭാഗത്ത് ജിയും വലതുഭാഗത്ത് എച്ചും. അപ്പോൾ ജെ കഴിഞ്ഞിട്ട് പിന്നെ എച്ച് അടിക്കണമെങ്കിൽ നമ്മൾ ജെ ഈ ചൂണ്ടുവിരലിനെ ഉപയോഗിച്ചിട്ട് എച്ചടിക്കും. ജെ എച്ച്, ജെ എച്ച്, ജെ എച്ച്. അതുപോലെ ജി ആണെങ്കിൽ എഫ് ജി, എഫ് ജി, എഫ് ജി. അപ്പോൾ ചൂണ്ടുവിരലിന് 2 അക്ഷരങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാവരും അടിച്ചു പഠിക്കുക. ഇങ്ങനെ അടിച്ചു പഠിക്കുന്നത് കീബോർഡിൽ എ എസ് ഡി എഫ് ജി, സെമിക്കോളൻ എൽ കെ ജെ എച്ച്, എ എസ് ഡി എഫ് ജി, സെമിക്കോളൻ എൽ കെ ജെ എച്ച്, എ എസ് ഡി എഫ് ജി, സെമിക്കോളൻ എൽ കെ ജെ എച്ച്. ഇങ്ങനെ എല്ലാവരും അടിച്ചു പഠിക്കുക. കുറേ നേരം, ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ ഇങ്ങനെ അടിച്ചു പഠിച്ചാൽ തന്നെ നമ്മുടെ വിരലുകൾ ഓട്ടോമാറ്റിക്കായിട്ട്
ആ കീയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കീയിൽ പതിഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അത് പഠിക്കുക. പഠിക്കുന്നതിന് മുമ്പായി നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ, കാണാതെ ബൈഹാർട്ടാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ അക്ഷരങ്ങളും ഏതൊക്കെ നിലയിൽ ഏതൊക്കെ അക്ഷരങ്ങളുണ്ടെന്ന് നമ്മൾ ബൈഹാർട്ടാക്കിയെന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി കാര്യങ്ങൾ എളുപ്പമാവും. അപ്പോൾ ഈ നിലയിലെ അക്ഷരങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പഠിച്ചു. സെമിക്കോളൻ, എൽ, കെ, ജെ, എച്ച്. സെമിക്കോളൻ കൂടാതെ പിന്നെ ഇവിടെ ഒരു ഈ ഉണ്ട്, ഇതുണ്ടല്ലേ. അതുപോലെ തന്നെ എൻ്റർ ഉണ്ട്. എൻ്റർ അടിച്ചു കൊടുക്കും. ഇതൊക്കെ ഈ വിരലിൻ്റെ സെമിക്കോളൻ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാണ്. അപ്പോൾ ഈ വിരലാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. എൻ്റർ ചെയ്യാനും ഈ വിരലാണ് ഉപയോഗിക്കേണ്ടത്. എൻ്റർ ചെയ്യാൻ ഈ വിരൽ ഉപയോഗിക്കും. മനസ്സിലായി? ഈ വിരലിന് ഇവിടുത്തെ റൈറ്റ് സൈഡിലെ വിരലിന് 2 ദൗത്യം കൂടുതലുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടും പഠിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് മുകളിലത്തെ നിരയിൽ ഇത് പഠിക്കാം. മുകളിൽ എന്തൊക്കെയുള്ളത്? ക്യു, ഡബ്ല്യു, ഇ, ആർ, ടി, വൈ, യു, ഐ, ഒ, പി, പിന്നെ ബ്രാക്കറ്റ്. അപ്പോൾ നമ്മളെ വിരൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ലേശം ലെഫ്റ്റിലേക്ക് ചരിഞ്ഞ് മുകളിലേക്കാണ് കേട്ടോ. കുറച്ച് ചരിവുണ്ട് ഇങ്ങോട്ട്. അപ്പം ഇവിടെ ഈ എയിന് മുകളിലാണ് ക്യൂ. അപ്പോൾ എക്ക് ഉപയോഗിക്കുന്ന ആ ചെറുവിരലാണ് ക്യൂവിന് ഉപയോഗിക്കുന്നത്. എസിന് ഉപയോഗിക്കുന്ന റിങ് മോതിരവിരലാണ് ഡബ്ല്യുവിന് ഉപയോഗിക്കേണ്ടത്. ഡിക്ക് ഉപയോഗിക്കേണ്ട തള്ളവിരലെല്ലാം നടുവിരൽ ഇക്ക് ഉപയോഗിക്കേണ്ടത്. എഫിന് ഉപയോഗിക്കേണ്ട ചൂണ്ടുവിരലാണ് ആറിന് ഉപയോഗിക്കേണ്ടത്. ജിക്ക് ഉപയോഗിക്കേണ്ട ചൂണ്ടുവിരലാണ് ടിക്ക് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെയും സെമിക്കോളിൻ്റെ മുകളിലുള്ള പി, സെമിക്കോളിന് ഉപയോഗിക്കുന്ന ചെറുവിരലാണ് പിക്ക് ഉപയോഗിക്കേണ്ടത്. പിന്നെ എല്ലിന് ഉപയോഗിക്കേണ്ട മോതിരവിരലാണ് ഓക്ക് ഉപയോഗിക്കേണ്ടത്. കെക്ക് ഉപയോഗിക്കേണ്ട നടുവിരലാണ് ഐക്ക് ഉപയോഗിക്കേണ്ടത്. ജെക്ക് ഉപയോഗിക്കേണ്ട ചൂണ്ടുവിരലാണ് യുവിന് ഉപയോഗിക്കേണ്ടത്. എച്ചിന് ഉപയോഗിക്കേണ്ട ചൂണ്ടുവിരലാണ് വൈക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ചൂണ്ടുവിരലിൽ 2 ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 2, ജെക്കും യുക്കും, എച്ചിനും വൈക്കും. ഇവിടെ എഫിനും ഇക്കും, ആറിനും ടിക്കും. ഇങ്ങനെയാണ്. ഇനി താഴേക്ക് വരികയാണെങ്കിൽ അത് കഴിഞ്ഞു. താഴേക്ക് വരികയാണെങ്കിൽ സ്വല്പം വലത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞാണ് ഉണ്ടാവും. വലത്തേക്ക് ചെരിഞ്ഞാണെങ്കിൽ ഇങ്ങനെയാണ് വലത്തേക്ക് ചെരിഞ്ഞത്. അപ്പോൾ എക്ക് ഉപയോഗിക്കേണ്ടത് ഇസഡ്, എസിന് ഉപയോഗിക്കേണ്ടത് എക്സ്, ഡിക്ക് ഉപയോഗിക്കേണ്ട നടുവിരൽ സിക്ക്, എഫിന് ഉപയോഗിക്കേണ്ട ചൂണ്ടുവിരൽ വിക്ക്, ജിക്ക് ഉപയോഗിക്കേണ്ട ചൂണ്ടുവിരൽ ബിക്ക്. ഇനി ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ സെമിക്കോളന് ഉപയോഗിക്കേണ്ട ചെറുവിരൽ സ്ലാഷ്, പിന്നെ എല്ലിന് ഉപയോഗിക്കേണ്ട മോതിരവിരൽ ഫുൾ സ്റ്റോപ്പാണ്. കേക്ക് ഉപയോഗിക്കേണ്ട നടുവിരൽ കോമ, ഇത് കോമയാണ്. ജെക്ക് ഉപയോഗിക്കേണ്ട ചൂണ്ടുവിരൽ എമ്മിന്, എച്ചിന് ഉപയോഗിക്കേണ്ട ചൂണ്ടുവിരൽ എന്നിന്. ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ ഓർഡർ തെറ്റാൻ പാടില്ല. ഓർഡർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ അടിച്ചു പഠിക്കുക. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, എ എഫ് ബി എഫ്. അതുപോലെ എ എഫ് ബി എഫ് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ആർ ടി ആർ, ഇതാണല്ലോ ആർ ടി, അല്ലെങ്കിൽ ക്യു ഡബ്ല്യു ഇ, ഇങ്ങനെ അടിച്ചു നോക്കാം. അപ്പം എപ്പോഴും ഈ നടുവിലുള്ള ലൈനിൽ നമ്മുടെ വിരലുകൾ എപ്പോഴും കേന്ദ്രീകൃതമായിരിക്കണം, ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. ഇപ്പോൾ ഒരു ബുക്കിൽ നിന്ന് ഇപ്പോൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ ബുക്കിന് ഏതാണ് ഉപയോഗിക്കുന്നത്? ചൂണ്ടുവിരലാണ്. ബുക്ക് ഇടത്ത് ഭാഗത്തുള്ള ചൂണ്ടുവിരലാണ്. പിന്നെ ഓ അടിക്കാൻ നമ്മൾ ഈ മോതിരയിലാണ് ഉപയോഗിക്കാം. 2 പ്രാവശ്യം അടിക്കണം. ബുക്ക് ബി ഒ കെ, അങ്ങനെ അടിച്ചു പഠിക്കുക. കുറേ നേരം അടിച്ചു പഠിക്കുക. ബുക്ക് ബി ഒ കെ, ബി ഒ കെ, ബി ഒ കെ. അതുപോലെ തന്നെ പിന്നെ കുക്ക്
കുക്കിൻ്റെ ഏതാ ഉപയോഗിക്കുന്നത്? ഇത് തള്ളവിരൽ അല്ല നടുവിരൽ. സി സി കുക്കിൻ്റെ ആദ്യത്തെ അക്ഷരം സി ആണല്ലോ. അപ്പോൾ സി. പിന്നെ ഒ ഒ കെ. സി ഒ ഒ കെ. പെൻ. പെന്നിന് ഏത് വിരൽ വരും? എന്താണ്? ചെറുവിരലാണ്. പി ഇ നടുവിരൽ. എൻ എൻ ഉണ്ടോ? ഈ വിരലാണ് വരിക. എം എൻ എം എൻ വലത്ത് ഭാഗത്തെ ചൂണ്ടുവിരലാണ് എം എൻ. അപ്പോൾ പി ഇ എൻ പി പി ഇ എൻ പി ഇ എൻ അങ്ങനെ അടിക്കുക. അങ്ങനെ ഓരോ അക്ഷരങ്ങളും. ഹൗസ്. ഹൗസ് എന്താ ഉപയോഗിക്കുന്നത്? എച്ച് എച്ച് ഈ വിരലാണ് എച്ച്. പിന്നെ ഒ ഒ യു എസ് ഇ എച്ച് ഒ യു എസ് ഇ എച്ച് ഒ യു എസ് ഇ അങ്ങനെ ഓരോ വാക്കുകളും. ഇപ്പം സൂ സൂ എന്നടിക്കണം. സൂ എന്നടിക്കണമെങ്കിൽ ഇവിടെ ഈ ചെറുവിരലാണ്. ഇവിടെ നിങ്ങളുടെ ചെറുവിരലാണോ? സൂ സൂ. ഇസഡ് ഓ ഓ ഇസഡ് ഓ ഓ ഇസഡ് ഓ ഓ ഇതല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ സേവിയർ സേവിയർ എന്നടിക്കണം. അപ്പോൾ എന്താ അങ്ങനെ ചെയ്യേണ്ടത്? സേവിയറിൻ്റെ ഏത് വരലാണ്? എക്സിൻ്റെ താഴെ ഈ മോതിരവരൽ. എക്സ് എ എക്സ് എ വി. വിക്ക് ചൂണ്ട് വരലാണ്. വി ചൂണ്ട് വരൽ അടുത്ത ആദ്യം വി. പിന്നെ ഐ ഇ ആർ. എക്സ് എ വി ഐ ഇ ആർ. എക്സ് എ വി ഐ ഇ ആർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അടിച്ചു പഠിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ സാധാരണ അടിക്കുമ്പോൾ സ്മോൾ ലെറ്റർ ആയിരിക്കും. ക്യാപിറ്റൽ ലെറ്ററാണ് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഷിഫ്റ്റ് അമർത്തണം. ഈ ഭാഗത്തുള്ള നമ്മുടെ ഇടത് ഭാഗത്തുള്ള ക്യാപിറ്റൽ ലെറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഇവിടെ എക്സ് ഇടത് ഭാഗത്താണല്ലോ. അപ്പോൾ നമ്മൾ വലത് ഭാഗത്ത് ഷിഫ്റ്റ് ഉപയോഗിക്കണം. ഈ ചെറുവിരൽ ഉപയോഗിച്ച് ഷിഫ്റ്റ് അമർത്തിയിട്ട് എക്സ് അടിക്കുക. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കും. പിന്നെ നമുക്ക് എക്സ് എക്സ് എ വി ഐ ഇ ആർ. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ഒരു പെൻ പെൻ അടിക്കണം. പെൻ പെൻ ഇവിടെയാണ് റൈറ്റ് ഭാഗത്തുള്ള അക്ഷരം. അപ്പോൾ ലെഫ്റ്റിൽ ഷിഫ്റ്റ് അടിക്കുക. ലെഫ്റ്റിലെ ഷിഫ്റ്റ് കീ നമ്മൾ അമർത്തണം. ഉദാഹരണമായിട്ട് പെൻ പെൻ പി ഷിഫ്റ്റ് പി ഷിഫ്റ്റ് പി. അപ്പോൾ ക്യാപിറ്റൽ ആവും. പിന്നെ ഏതാണ്? പിന്നെ അത് വിട്ടുകളയ പി എൻ ഷിഫ്റ്റ് പി ഇ എൻ ഷിഫ്റ്റ് പി ഇ എൻ ഷിഫ്റ്റ് പി ഇ എൻ. മനസ്സിലായില്ലേ? അപ്പോൾ അതിനാണ് ഷിഫ്റ്റ് ഉപയോഗിക്കുക. അപ്പോൾ ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, രണ്ട് അക്ഷരങ്ങൾ കാണാൻ കഴിയും. മിക്കവാറും ഇതെല്ലാം ഈ ഷിഫ്റ്റ് കീ ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്യാപിറ്റൽ ലെറ്റർ അടിക്കുന്നതിനാണ് ഷിഫ്റ്റ് കീ ഉപയോഗിക്കാറ്. ചില നിരകളിൽ രണ്ട് അക്ഷരങ്ങൾ കാണാൻ കഴിയും, അടിയിലും മുകളിലും. ഉണ്ടോ? അടിയിലും മുകളിൽ. ഇവിടെ കോമയുടെ മുകളിൽ ഒരു സ്മോളർ ദാൻ ചിഹ്നമുണ്ട്. ഇവിടെ ഫുൾ സ്റ്റോപ്പിൻ്റെ മുകളിൽ ഗ്രേറ്റർ ദാൻ ചിഹ്നമുണ്ട്. ഇവിടെ സ്ലാഷിൻ്റെ മുകളിൽ ഒരു ക്വസ്റ്റ്യൻ ചിഹ്നമുണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ ഓരോ മുകളിൽ ചിഹ്നങ്ങൾ കാണാൻ. ഈ മുകളിലുള്ള ചിഹ്നങ്ങൾ അടിക്കുന്നതിനും ഷിഫ്റ്റ് ഉപയോഗിക്കാം. സാധാരണ രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അടിയിലുള്ള ഈ ലെറ്റേഴ്സ് വരും, അടിയിലുള്ള ചിഹ്നങ്ങളെ വരുള്ളൂ. സ്ലാഷ് സാധാരണ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് അയക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ഉപയോഗിക്കണം. ഇവിടെ ഷിഫ്റ്റ് റൈറ്റ് സൈഡിലായതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഷിഫ്റ്റ് ഉപയോഗിക്കും. ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് വരും. ഷിഫ്റ്റ് വിടാതെ ആണെങ്കിൽ, ഷിഫ്റ്റ് വിട്ടിട്ടാണെങ്കിൽ ഇത് വരും, സ്ലാഷ് വരും. അതുപോലെ തന്നെ ഇത് ഷിഫ്റ്റ് അടിച്ചിട്ട് നമ്മൾ ഈ കീ അമർത്തിയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ അല്ല സ്മോളർ ദാൻ ചിഹ്നം വരും. അത് വിടാതെ വിട്ട് കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് വരും. അതുപോലെ തന്നെ ഈ കീ ഷിഫ്റ്റ് അമർത്തിയിട്ട് നമ്മൾ ഈ കീ അമർത്തുകയാണെങ്കിൽ ഈ
ഗ്രേറ്റർ ദാൻ ചിഹ്നം വരും. ഷിഫ്റ്റ് വിട്ട് കഴിഞ്ഞാൽ കോമ ചിഹ്നം വരും. ഇതാണ് അതുപോലെ തന്നെ ഇവിടെ നിന്നുണ്ടാവും. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ ഇതുപോലെ തന്നെ എല്ലാ നിരകളിലും മുകളിലും താഴെയുമായിട്ട് രണ്ട് അക്കങ്ങളും കാണാൻ കഴിയും, അതിന് മുകളിൽ ചിഹ്നങ്ങളും കാണാൻ കഴിയും. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ താഴത്തെ നിരയിലുള്ള വാക്കുകളും ചിഹ്നങ്ങളും അക്ഷരങ്ങൾ 1 2 3 4 5 1 2 3 4 5 6. ഇവിടെ ഈ 6 വരെ നമ്മുടെ ലെഫ്റ്റ് ഫിംഗർ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ 1 2 3 4 5 6 പ്ലസ് മൈനസ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് പിന്നെ നിങ്ങൾക്ക് ചിഹ്നങ്ങൾ. അപ്പോൾ മുകളിലും താഴത്തുമുണ്ട്. അപ്പോൾ മുകളിലെ ചിഹ്നങ്ങൾ വരണമെങ്കിൽ ഷിഫ്റ്റ് ഉപയോഗിക്കണം. ഷിഫ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ അമർത്തി കഴിഞ്ഞാൽ പ്ലസ് വരും. ഷിഫ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈക്വൽ സൈൻ വരും. അതുപോലെ തന്നെ ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് ഇവിടെ അമർത്തുകയാണെങ്കിൽ അണ്ടർസ്കോർ വരും. ഷിഫ്റ്റ് ഇവിടെ ഇട്ടാണെങ്കിൽ മൈനസ് വരും, അല്ലെങ്കിൽ ഡാഷ് വരും. ഇനി ബ്രാക്കറ്റ് വേണമെങ്കിൽ ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് വരും, ക്ലോസിംഗ് ബ്രാക്കറ്റ്. അതുപോലെ ഷിഫ്റ്റ് ഉപയോഗിച്ച് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബ്രാക്കറ്റ് വരും. അപ്പോൾ ഷിഫ്റ്റ് ഉപയോഗിച്ച് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ സ്റ്റാർ ചിഹ്നം വരും. അങ്ങനെ ഓരോ ചിഹ്നങ്ങളും, ആൻഡ് ചിഹ്നമുണ്ട്, പെർസെൻറ്റേജ് ചിഹ്നമുണ്ട്, ഡോളർ ചിഹ്നമുണ്ട്, അങ്ങനെ പല ചിഹ്നങ്ങളുമുണ്ട്, അറ്റ് ദ റൈറ്റ് ചിഹ്നമുണ്ട്, അങ്ങനെ പല ചിഹ്നങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മൾ കീബോർഡിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഓരോ വാക്കും ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ സ്പേസ് കൊടുക്കണം. ആ സ്പേസ് എങ്ങനെ കൊടുക്കുക കേട്ടോ, ഇതാണ് സ്പേസ് ബാർ. അപ്പോൾ ഇവിടുത്തെ ഈ ലെറ്റേഴ്സ്, ഇവിടുത്തെ ഇടത്ത് ലെഫ്റ്റ് ഹാൻഡ് വിരലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ റൈറ്റ് ഹാൻഡിലെ വിരൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡിലെ വിരലുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലെ തള്ളവിരൽ ഉപയോഗിക്കാം. ആ തള്ളവിരലാണ് സ്പേസ് ബാർ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം. മൈ ഹൗസ്, മൈക്ക് എം ആണ്, മൈ 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 എം വൈ, ഈ കീയാണ് കേട്ടോ, ഈ വിരലാണ് ഉപയോഗിക്കുന്നത്. മൈ എം വൈ. അപ്പോൾ മൈ കഴിഞ്ഞിട്ട് എന്ത് വേണം, ഒരു സ്പേസ് വേണം. അതിന് മൈ എം വൈ സ്പേസ് വന്നു, എം വൈ സ്പേസ് വന്നു, എം വൈ സ്പേസ് വന്നു. ഇനി ഹൗസ് അടിക്കുക, HOUSE, പിന്നെ സ്പേസ് കൊടുക്കുക, ഈസ് IS, പിന്നെ സ്പേസ് കൊടുക്കുക, പിന്നെ FAR സ്പേസ് കൊടുക്കുക, ഫ്രം സ്പേസ് കൊടുക്കുക, HERT സ്പേസ് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഓരോ വാക്കിന് ശേഷവും സ്പേസ് കൊടുത്തിരിക്കണം നമ്മൾ, അത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് 2 സ്പേസ് കൊടുക്കും, കോമ കഴിഞ്ഞിട്ട് 1 സ്പേസ് കൊടുക്കും. ചിലർ കോമ അടിച്ചിട്ട് ഇങ്ങനെ സ്പേസ് കൊടുക്കാതെ വിടും, അത് ശരിയില്ല. കോമ കഴിഞ്ഞാൽ 1 സ്പേസ് കൊടുക്കണം, ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ 2 സ്പേസ് കൊടുക്കണം. അതുപോലെ തന്നെ ഓരോ വാക്കുകൾക്ക് ശേഷം ഓരോ സ്പേസ് നമ്മൾ ഈ തള്ളവരലുകൊണ്ട് ഇങ്ങനെ അമർത്തി പോകണം. ഇതാണ് ടൈപ്പ് ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം. ഇനി നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പഠിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോ അക്ഷരങ്ങളും ഇതുപോലെ ആദ്യം പഠിച്ച പോലെ ഇവിടെ തന്നെ പഠിക്കുക. ഈ വിരൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ അടിച്ച് പഠിക്കുക. ഇതിങ്ങനെ വിട്ടും ചെയ്യാം. HOUSE, കൈവിരൽ വിട്ടുകൊണ്ടും ചെയ്യാം. HOUSE, മൈ HOUSE, മൈ ഹൗസ്, ഈസ്, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും പഠിക്കുക. അക്ഷരങ്ങൾ ഓരോരോ വാക്കുകൾ ടൈപ്പ് ചെയ്ത് പഠിക്കുക. ഓരോരോ വാക്കുകൾ ടൈപ്പ് ചെയ്ത് കുറേ നേരം ഒരാഴ്ച നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവാറും സ്പീഡ് വന്നു തുടങ്ങും. കുറേ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. ഇതിപ്പോൾ ഇംഗ്ലീഷ് കീബോർഡാണ്. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അറബിക്കാണ്.
അറബിക്ക് കീബോർഡിൽ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക എന്നുള്ളത്, അറബിക്ക് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരാം. ഏത് കീബോർഡാണെങ്കിലും ഏത് ഭാഷയും നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയും. അത് വിൻഡോസിൽ പോയിട്ട് നമ്മൾ ആ ലാംഗ്വേജ് എനാബിൾ ചെയ്താൽ മതി. ഇപ്പം മലയാളമാണെങ്കിൽ വിൻഡോസിൽ പോയിട്ട് നമ്മൾ മലയാളം എനാബിൾ ചെയ്യുക. അപ്പോൾ മലയാളം ഈ കോഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അറബിയും ഈ കോഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഇംഗ്ലീഷ് എടുക്കാൻ കാരണം, നമ്മൾ അറബിയാണ് പഠിക്കുന്നതെങ്കിൽ തന്നെയും ഇംഗ്ലീഷ് കീബോർഡ് എടുക്കാൻ കാരണം ടൈപ്പിംഗ് പഠിക്കാൻ എളുപ്പം ഇംഗ്ലീഷ് കീബോർഡ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും അടുത്ത ക്ലാസ്സിന് മുമ്പായി എല്ലാവരും ഈ ടൈപ്പിംഗ് സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ പഠിച്ചിരിക്കണം. അതിനുവേണ്ടി ട്രൈ ചെയ്യുക, പരിശ്രമിക്കുക. ദിവസം 1 മണിക്കൂർ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ മുമ്പ് ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഒരു നല്ല കമ്പ്യൂട്ടർ സംഘടിപ്പിക്കുക. ഒരു ഇതുപോലത്തെ കീബോർഡ് ലാപ്ടോപ്പുള്ളതാണെങ്കിൽ ഡെസ്ക്ടോപ്പിൻ്റെ ഒരു കീബോർഡ് സംഘടിപ്പിക്കുക. അതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവർക്കും ഖലീലാവുദ്ദീൻ്റെ പേരിൽ എല്ലാവർക്കും ഇത് ആശംസകൾ.